ഇന്നിവിടെ ആള് കുറവായിരിക്കുന്നവരാണ്. ഇന്ന് സാധാരണക്കാരാണ് കൂടിയിരിക്കുന്നത്. മുമ്പൊക്കെ പോയപ്പോ ഞാൻ അതിന്റെ ടോണിക്കുമ്പോൾ അന്നൊരു താത്താന്റെ നിങ്ങളെല്ലാവരും പറയാം, ഇത് റബ്ബ് സാക്ഷിയാണ്. ഇനി നാളെ എന്റെ പേര് ടോണിയിരുന്നു. ഒരു താത്ത വന്ന് ഉസ്താദ് എന്റെ വേഗം നഷ്ടപ്പെട്ടു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ വേഗം നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കും ഭയങ്കര സങ്കടം. ഒരുപാട് ഞാൻ എന്റെ പിന്നെ 20ാമത്തെ വയസ്സിൽ ഇവരല്ലോ ഇത് ടോണിക്ക് വരണം. അന്ന് മുതൽ അച്ഛൻ്റെ പോക്ക് തുടങ്ങിയതാണ്. എന്റെ മഹലിന് ജോലി ചെയ്താണ് റഫീഖ് ഉസ്താദ്. അന്ന് ഞാൻ മഹലിന്റെ ഭാരവാഹിയാണ്, ഇന്ന് മഹലിന്റെ ഭാരവാഹിയാണ്. അങ്ങനെ പോയപ്പോൾ ആ താത്ത പറയുന്നത് ഉസ്താദെ പേര് അതിന് തങ്ങൾപ്പാപ്പ മന്ത്രിച്ച പേര് കയറും. തങ്ങൾപ്പാപ്പ മന്ത്രിച്ച പേരുണ്ട്. പക്ഷെ ആ പേര് പ്രതീക്ഷില്ല. 10 ദിവസം മക്കയിൽ നിന്ന് പേരിക്കില്ല. മദീനയിലേക്ക് പോയി തങ്ങാപ്പിന്റെ മുന്നിൽ മദീനയിലേക്ക് പോയി. ആ താത്ത ശാസ്ത്രജ്ഞനായിരുന്നു. ആ താത്ത നമ്മുടെ തങ്ങളപ്പെടുത്ത വലിയ ബന്ധമൊന്നുമില്ല. ഇനി ഇത് ഇന്ത്യയല്ല. ഓരോരുത്തർ പറയാം പകല് പറയുമ്പോൾ അതൊക്കെ ബന്ധമുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ട് പകല് പറയണം. ഇത് ആ താത്തത്തെ വലിയ ബന്ധമൊന്നുണ്ടായിരുന്നില്ല. തങ്ങൾപ്പാപ്പ മന്ത്രിച്ച പേരുണ്ട്. പക്ഷെ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പേര് ഇത് ഞാൻ പറഞ്ഞപ്പോ ഇന്ന ഇത്ര ആൾക്കാർ ട്രോളിയാണ്. ഇയാൾ അയാൾക്ക് വേണ്ടി പണിയിട്ടാണ്. പക്ഷെ ഈ കാര്യം നമ്മൾ പറയണ്ടേ. നേരത്തെ ബഹുമാനപ്പെട്ട റഫീഖ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഹൈന്ദവ സ്ത്രീ വന്നൊരു കാര്യം തന്നെയാണ്. ഒരു ഹൈന്ദവ സ്ത്രീ ഇന്ത്യ പറഞ്ഞോ നാണോപ്പാന്റെ കുടുംബത്തേക്ക് ആരെ ഈ പറയുന്നത് ആലോചിച്ചത്. നമ്മളൊക്കെ വയലാണ് അക്കിലും ജാറൊക്കെ വരവിക്കാനും കാഫിറ. എന്റെ അയൽവാസി കാഫിറാണെങ്കിൽ ബഹുമാനിക്കണം. ഈ അയൽവാസിയെ ബഹുമാനിച്ച് നമുക്ക് മാതൃക കാണിച്ചു. പിന്നെ കുറെ ആൾക്കാർ പറയും യത്തീമിന്റെ പണം വിതരണം ചെയ്യുന്നത്. യത്തീമിന്റെ പണം വേറെയുണ്ട്, തങ്ങൾപ്പാപ്പന്റെ കയ്യിന്റെ പണം വേറെയുണ്ട്. പിന്നെ കുറെ ആൾക്കാർ അതൊക്കെ അവിടെ കിട്ടിയതല്ലേ കിട്ടുന്നത്. കിട്ടിയതല്ലേ ഏത് മൂല്യമാർക്ക് കിട്ടാത്തത്. ഏത് എത്തിയാണ് നടക്കുന്നതാണ്, ഏത് സ്ഥാപനം നടക്കുന്ന പിരിവെടുത്തത് വാങ്ങുന്നത്. അല്ലാതെ ദുനിയാവിൽ ഏതെങ്കിലും സ്ഥാപനം നടക്കുന്നു പിരിവ് വാങ്ങുന്നത് മറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറയാൻ പറ്റും. നമ്മുടെ മഹല്ലിലെ പള്ളി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു മഹല്ലത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഭാരവാഹിയാണ്. ഏതും പിരിവ് നടത്താത്ത ഈ സ്ഥാപനം മുന്നോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് സ്വലാത്തിന്റെ മജ്‌ലിസാണ്. ഇതിപ്പോ പരിശുദ്ധമായ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ നബിയിലേക്ക് മുഹമ്മദ് മുസ്തഫ ഗ്രൂപ്പ് തിരിഞ്ഞ് സാധാരണ കുറ്റം പറയുന്നത്. ഭയങ്കര മൂല്യം സ്റ്റേജിൽ വച്ചത് ഒരു തങ്ങളെയും ചീത്ത പറയുന്നത്. ഇന്ന മഹാനായ തങ്ങളെല്ലാം എത്ര ആൾക്കാർ സ്വന്തം നാട്ടിൽ കൊണ്ട് തങ്ങൾ ഈ കൊടക്കാട് മഹാനവരുടെ തങ്ങളുടെ ഉമ്മ കിടക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ആ ഒരു രീതിയോടുകൂടി തന്നെ നിങ്ങൾ സഹായിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് അനാഥരായ കുടുംബത്തിന്റെ സന്തോഷം അന്ന് അവിടെ എത്ര ഉമ്മമാർക്ക് അവിടെ നിന്ന് കണ്ണീരൊഴുകണം. നിങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന് കേൾക്കുമ്പോ ആ കണ്ണുനീരിന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ അസ്ഥാനത്താണ്. കാരണം പെട്ടെന്ന് ചെയ്തവരുടെ പറയാണ്, ഉപ്പയില്ലാത്ത മക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഉപ്പയുണ്ട്, നിങ്ങൾക്ക് ഉമ്മയുണ്ട്, നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട്. അവരുടെ സഹോദരങ്ങളാണ് നമ്മളാണ്. ഏതുപോലെ നബി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഈ യതീമായ കുഞ്ഞുമോന്റെ സഹോദരങ്ങൾ നിങ്ങളാണ്. കുട്ടിയോട് ചോദിക്കുക, ഇവര് സഹോദരങ്ങളാവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നതുപോലെ മക്കളെ ഏറ്റവും സയ്യിദവറുകളുണ്ട്. നമ്മളെ പ്രാർത്ഥിക്കുക, അവിടുത്തെ ദീർഘായുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുക്കൾ, ഹാസിദീങ്ങൾ, അസദീ പോലെ ആയുധങ്ങളും ആസിദീങ്ങൾ ഒരുപാടുണ്ട്, അസൂയാലികൾ ഒരുപാടുണ്ട്. അതൊന്നും വകവെക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. എപ്പോഴും പ്രാർത്ഥന നമുക്കുണ്ടാവണം. പണ്ടൊരു കുട്ടി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണം. സിഗർ വലിക്കും, അസദ് വലിക്കും, പക്ഷെ അത് വലിക്കാനുള്ള മരുന്ന് നമ്മുടെ ഒക്കെ പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടി ചെയ്തവர்கள் ദുആ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളും അങ്ങോട്ട് ദുആ ചെയ്യണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും. ഒരു അനാഥര നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു അനാഥര വരുമ്പോ, ഒരു പാവപ്പെട്ട വരുമ്പോ നമുക്ക് കൊണ്ടുവരാൻ ആളുണ്ടാവണമെങ്കിൽ ഈ ചെയ്തവർക്ക് ആഗ്രഹിക്കണം. അല്ലാഹു ദീർഘായുസ്സ് ഒരുപാട് കാലം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ചെയ്തവർക്ക് തൗഫീഖ് നൽകട്ടെ.